ഹായ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്നാക്സായ പഴംപൊരിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴംപൊരി തയ്യാറാക്കാൻ വേണ്ട മാവ് പ്രിപ്പയർ ചെയ്യാം. ആദ്യമായി ഒരു മിക്സിംഗ് ബൗളിൽ ആവശ്യത്തിന് മൈദയും അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, പഞ്ചസാര, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഈസ്റ്റും കൂടെ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് പഴംപൊരിക്ക് കുറച്ചും കൂടെ ഒരു യെല്ലോ കളർ കിട്ടുന്നതിനാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ആദ്യം മുഴുവനായി ഒഴിക്കാതെ കുറച്ച് ഈ ബാറ്റർ മിക്സ് ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് മിക്സ് ചെയ്യുക. വെള്ളം അധികം കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനോ പാടില്ല. അങ്ങനെ വെള്ളമെല്ലാം ആവശ്യത്തിന് ആഡ് ചെയ്ത് നന്നായി ഇളക്കി ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം. അതിനുശേഷം ഈ മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നല്ല പഴുത്ത ഏത്തക്കായ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി പഴംപൊരി ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ എണ്ണ ചൂടാക്കാം. അതിനായി പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം എണ്ണയിൽ മുക്കി നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് പഴത്തിൻ്റെ എണ്ണവും അനുസരിച്ച് 3-4 പഴം നമുക്ക് ഒരുമിച്ചിടാം. അങ്ങനെ എല്ലാ പഴവും ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം ശേഷം ഒരു സൈഡ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും മറിച്ചിട്ട് മറുവശവും കൂടി ഫ്രൈ ചെയ്യുക. അപ്പോൾ 2 സൈഡ് നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് കോരിയെടുക്കുക. ഈ പഴംപൊരി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.